കരുതുന്നത്. ത്രികോണ മത്സരമായിരുന്നു അതിന്റെ ഒരു അല്ല, അതിപ്പോൾ എല്ലാ സമയത്തും ഉള്ളതൊക്കെ തന്നെയാണ്. 3 മുന്നണികളുണ്ട്. ഏതൊക്കെയാലും പാലായിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അതിനുള്ള ജോലികൾ, അതിനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അനുകൂലമായ ഘടകങ്ങളുണ്ട്. വോട്ടർമാർ അതനുസരിച്ച് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. UDF തരംഗമെന്നാണ് എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞത്. അതിനെങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യം എക്സിറ്റ് പോളുകളെല്ലാം തെറ്റിയിട്ടുണ്ട്. LDF തന്നെ ഭരണത്തിൽ വരും, അതിന് സംശയമില്ല. എന്തോ ഭൂരിപക്ഷം ഒരിക്കലും ഞാൻ അങ്ങനെ പ്രവചിക്കാറില്ല. ഭൂരിപക്ഷമൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കും. അത് മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ച പോലെ അഭിമാനകരമായ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അല്ല, അത് എല്ലാ സീറ്റുകളും നല്ല സീറ്റുകളാണ്. വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളാണ്. നല്ല പ്രതീക്ഷയിലാണ് എല്ലാ സീറ്റുകളും. പള്ളിയിൽ പോയി കുർബാന കണ്ടതിന് ശേഷം ഞാനിവിടെ തന്നെ ഉണ്ടാവും. അതൊക്കെ ബാക്കി പിന്നെയാണല്ലോ. എല്ലാ മന്ത്രിമാരും വിജയിക്കും. എല്ലാവരും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒരു മന്ത്രിക്കെതിരെ മുഴുവൻ അഴിമതിയുമില്ല. എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിലും കേരള സംസ്ഥാനത്ത് അവരുടെ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ട നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആർക്കും ഒരു കുറ്റം പറയാനില്ല.